ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മേക്കേഴ്സ് എക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡെസ്ക് ഓർഗനൈസർ ആണ്. നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നിരുന്നു ഡെസ്ക് ഓർഗനൈസർ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട്. അപ്പം അത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ വിചാരിച്ചൊന്ന് ഡെസ്ക് ഓർഗനൈസർ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പം ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ബോക്സസ് ഒക്കെയാണ്. നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ, ആ ബോക്സസും പിന്നെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന റാപ്പും ഒക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു ഷീറ്റാണ് കിട്ടിയത്. ഒരു കവർ കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ അത് ജസ്റ്റ് ഗം തേച്ചിട്ട് നമ്മൾ ആ ബോക്സിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് A4 സൈസിൽ ജസ്റ്റ് പാറ്റേൺസ് വരച്ചിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ച ഒരു വിൻറ്റേജ് ഒരു തീമിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ റാപ്പ് എടുത്തത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആക്ച്വലി നമ്മൾ ഈ ബോക്സിൻ്റെ ലെങ്ത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ലെങ്ത്ത് ഇച്ചിരി കൂട്ടിയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ഇതേപോലെ താഴേക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ നീറ്റായിട്ട് നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പേപ്പറിൻ്റെ വേസ്റ്റേജ് ഒന്നും അധികം വരില്ല. അപ്പോൾ ബോക്സിൻ്റെ മേളിലേക്കും താഴേക്കും കുറച്ച് കൂടുതൽ ലെങ്ത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് അകത്തേക്കും പുറത്തേക്കും ഒന്ന് ഇതേപോലെ ഒന്ന് നീറ്റായിട്ട് റാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ താഴെയും പിന്നെ നമ്മുടെ ഇൻസൈഡൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ 3 ബോക്സ് ആദ്യം വെക്കണം വിചാരിച്ചത്. പക്ഷെ ഒന്നിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി അതധികം ചെയ്തില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ 2 ബോക്സാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അതിനുശേഷം ഞാനൊരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് ഒരു പാറ്റേൺ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ബോക്സിൻ്റെ മേലെ ഇതുപോലെ ഫുൾ ഒന്ന് റൗണ്ടായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് ഒരു മിനിമലായിട്ടാണ് എപ്പോഴും ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ എടുത്തത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ബോക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പർപ്പസാണ് ആവശ്യം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് ബോക്സ് എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ബുക്സ് ആണെങ്കിൽ ആ ബുക്സിന് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ബോക്സസ് ഒക്കെ എടുക്കുക. ഞാനിവിടെ കുറച്ച് മാർക്കേഴ്സും പിന്നെ എനിക്ക് ആവശ്യമുള്ള സ്റ്റേഷനറീസൊക്കെയാണ് ഇട്ട് വെച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളിന്ന് ചെയ്ത DIY ഡെസ്ക് ഓർഗനൈസർ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.